ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പൊ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെസ്സേജസ് നമ്മൾ നോക്കുന്നുണ്ട്, ലവ് മെസ്സേജസ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സണിന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സണിന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്. കാർഡ്സോട് കാർഡ്സ് ആയിരുന്നു കേട്ടോ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, ദ ഹാങ്ഡ് മാൻ, 9 ഓഫ് കപ്സ്, പേജ് ഓഫ് പെന്റിക്കിൾ, 3 of Pentacle. Okay. Fine. Divine, please guide me in the views of the person, the current feelings. Star, Queen of Pentacles, 6 of Cups, 3 of Wands and 5 of Wands. Bottom of the deck, 9 of Pentacles. 9 of Pentacles. 1 minute. Camera set ചെയ്തോട്ടെ. Okay. പ്രസന്റ് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന്റെ പ്രസന്റ് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഫസ്റ്റ് സിറ്റുവേഷൻസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണത്. അതായത് ഒരു ഡിസിഷൻ ലൈക്ക് ആള് വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആവാം തന്നെയുള്ള ഒരു തീരുമാനത്തിലാണ് ആൾ ഇവിടെ നിൽക്കുന്നുള്ളത്. ഡിവോഴ്സ് ചെയ്യണം എന്ന ഉള്ളൊരു തീരുമാനത്തിലാണ് ആൾ നിൽക്കുന്നുള്ളത്. ഓൾറെഡി നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഈ ഒരു മാരേജ് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നുള്ള ഒരു എനർജി ഒരു വ്യക്തി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, ബട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല ഡിവോഴ്സ് ചെയ്യാനായിട്ട്, കാരണം നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാം ഓൾറെഡി. സോ നിങ്ങൾ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം സ്നേഹിച്ചിട്ടുണ്ട്. അതിപ്പം എന്തോ ആയിക്കോട്ടെ, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം തന്നെ ആഗ്രഹിക്കുന്നത്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ ഈ ഒരു റിലേഷൻ പോകണം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് അതിന് റെഡി അല്ല എന്നുള്ള ഒരു എനർജീസ്, അല്ലെങ്കിൽ ഒരു അവിടെ സ്റ്റിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിൽക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മേ ബി വളരെ റെയർ കേസസ് നിങ്ങൾ കൗൺസിലിംഗ് സെക്ഷൻസിനൊക്കെ പോയിട്ടുണ്ടാവാം ഡിവോഴ്സിന് തൊട്ട് മുമ്പുള്ള. പക്ഷെ എന്നിട്ടും ആളുടെ അടുത്തുനിന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു എനർജി. നിങ്ങൾ ശരിക്കും അവരുടെ ഡിസിഷൻ എന്താണ്, എന്ത് തീരുമാനമാണ് ഫൈനലി ഇവർ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിക്ക് ഡൗൺ ആണ്. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് ഡൗൺ ആണ്. നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഹാപ്പിനെസ് എന്നുള്ള ഒരു എനർജി വരുന്നത് ഈ ഒരു ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ അടുത്തു നിന്നാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്. റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ് ബിക്കോസ് ഓഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല ഈ ഒരു കണക്ഷനിൽ. എന്തിനും എന്താണ് വേണ്ടത്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു കണക്ഷൻ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പം ഈ ഒരു കണക്ഷനിൽ മുന്നോട്ട് എന്താണെന്നോ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ എന്താണ് കണക്ഷനിൽ നടക്കുന്നതെന്നോ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയേ ഇല്ല ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. മേ ബി എല്ലാവർക്കും അല്ല, ചിലർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എനർജീസും കൂടെ എനിക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കറന്റ് സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുന്നുണ്ടോ, നിങ്ങളുടെ റീഡിംഗ് ആണോ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സയൻസ് നോക്കുവാണെങ്കിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ ആക്റ്റീവ് ആണ്. അത് കഴിഞ്ഞ് വാട്ടർ സൈൻ ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എനർജീസ് ആക്റ്റീവ് ആണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ സൈൻ ആക്റ്റീവ് ആണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ട് നമുക്ക് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു കണക്ഷനിൽ ഇവർ സ്റ്റക്ക് ആണ്, സിറ്റുവേഷൻസിൽ ഹാങ്ഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ആള് സാറ്റിസ്ഫൈഡ് അല്ല, അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ആയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ലൈക്ക് എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ആയിക്കോട്ടെ,
ഇപ്പം നിങ്ങളുമായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലാവാനുള്ള സാധ്യതയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അല്ല ലെസ് കോൺടാക്ട് ആയിരിക്കും, മുമ്പ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചിലർക്ക് എൻഡിങ്സ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ആയിരിക്കുന്ന ഇപ്പം ആളായിരിക്കുന്ന പ്രസന്റ് സിറ്റുവേഷൻ എന്താണോ ആ ഒരു സിറ്റുവേഷൻസിൽ അൺസാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ട്രാപ്പ് ആയി നിൽക്കുകയാണെന്നുള്ള ഒരു ഫീലിംഗ് ആണ് ആൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അനാവശ്യമായിട്ട് ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്ക് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ട്സ് ഇങ്ങനെ ആളുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു തോട്ട്സ് ജസ്റ്റ് ആ ഒരു കാര്യത്തെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് തീർന്നില്ല, നെക്സ്റ്റ് വേറൊരു തോട്ട്സ് വരും മൈൻഡിലേക്ക്, പിന്നെ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക, നെക്സ്റ്റ് തോട്ട്സ്, അങ്ങനെ 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 ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കോൺഫ്ലിക്റ്റിലാണ് ഇപ്പൊ ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകും. കുറച്ച് കാലമായിട്ട് നിങ്ങൾക്കിത്, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആവുന്ന കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് അപ്പം തന്നെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടാവും ഈ ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു ഇവരുടെ ഫാമിലി ലൈഫ് മേ ബി ഒരു എൻഡിങ് എന്നുള്ള ഒരു ഫേസിലേക്ക് പോവായിരിക്കും. ഇവരുടെ വൈഫുമായിട്ട് ഇവർ സെപ്പറേറ്റഡ് ആവാൻ പോവായിരിക്കും. അതായിരിക്കണം മേ ബി ഇത്രയും ഒരു പ്രഷർ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ടോട്ടലി ഇവരുടെ ലൈഫിൽ പ്രസന്റ് സിറ്റുവേഷനിൽ ഒത്തിരി നല്ല കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നുള്ളത്. വളരെ നല്ല രീതിക്ക് ഒരു പ്രഷർ ഉണ്ട് ഇവർക്ക്, മെന്റൽ പ്രഷർ എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എന്തോ ചെയ്യേണ്ടത്, ഇപ്പൊ ഏത് തരത്തില് എന്ത് ആക്ഷൻ എടുക്കും, എന്ത് ചെയ്യും എന്ന് അറിയാത്തൊരു സിറ്റുവേഷൻസിലാണ്. പക്ഷെ ആൾക്കൊരു കാര്യം അറിയാം, ഈ ഒരു സിറ്റുവേഷൻസിൽ എന്തെങ്കിലും ബിഗ് ആയിട്ട് തിങ്ക് ചെയ്യണം, എന്തെങ്കിലും തിങ്ക് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ഇങ്ങനെ ഹാങ് ആയിട്ട് നിന്നിട്ടോ സിറ്റുവേഷൻസ് സ്റ്റക്കായി നിന്നിട്ടോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്റ്റക്കാക്കി നിർത്തിയിട്ടോ കാര്യമില്ല. ഫൈനലി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, എന്തെങ്കിലും ഒരു പ്ലാൻ വേണം. ബട്ട് അത് എന്ത് പ്ലാൻ ചെയ്യും, എന്ത് ചെയ്യും, ഇതിന് ഗൈഡ് ചെയ്യാനായിട്ട് ആരും ഇല്ല. ആൾക്ക് ഒരു കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാനായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടോ ആരും ഇല്ല എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. എനിക്ക് ഒരു വ്യക്തിയെ കുഞ്ഞിലെ തൊട്ടേ അറിയാം, ജസ്റ്റ് റീസെന്റ് ആയിട്ട് വീണ്ടും നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്ത് നിങ്ങൾ ഇവരുമായിട്ട് കണക്റ്റഡ് ആയി, റിലേഷൻഷിപ്പിലായി, അങ്ങനെ ഇങ്ങനായി സെപ്പറേറ്റഡ് ആയി. ഈ ഒരു ടൈമിൽ ഈ ഒരു എനർജീസും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് പേരുടെ എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്, നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്നതിനേക്കാൾ ഉപരി ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള ഒരു എനർജിയിലേക്ക്, അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം ഈ ഒരു കണക്ഷൻ ഈ ഒരു ടൈമിൽ നിൽക്കുന്നത്. ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ടോട്ടലി അനക്കമില്ല, അനങ്ങാതെ നിൽക്കുകയാണ്, കണക്ഷൻ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, നിങ്ങൾ സ്റ്റിൽ ഈ ഒരു വ്യക്തിയെ വെയിറ്റിംഗിലാണ്. കാരണം എന്താണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയിലാണ് നിങ്ങൾക്ക് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത്. ബട്ട് ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബൗണ്ടറിയാണ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു ബൗണ്ടറി എങ്ങനെ ക്ലോസ് ചെയ്യണമെന്നോ എങ്ങനെ ഈ ഒരു കണക്ഷനെ വീണ്ടും പഴയതുപോലെ കൊണ്ടുവരണമെന്നോ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് തയ്യാറാണ്. ബട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അവരുടെ അവസ്ഥ എന്താണ്, എക്സാക്ട് അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓരോ കാർഡ്സിനെയും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ ആൻഡ് ദ വ്യൂവേഴ്സ് ആൻഡ് ദ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് ഈ ഒരു ടൈമിൽ എന്താണ്. ലേറ്റ് നൈറ്റ് തോട്ട്സ് പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. വൈ ഹിയറിംഗ്സ് നൈറ്റ് ഓഫ് പെന്റിക്കിൾ, ഐസൊലേഷൻ, ഹീലിംഗ്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അധികം പ്രഷർ ഉണ്ട്, ഇവർ ഒത്തിരി അധികം പ്രഷറിലാണ് ഈ ഒരു ടൈമിലുള്ളതെന്ന് പറഞ്ഞു. ഇവർക്ക് ഈ ഒരു ടൈം ഒരു ഐസൊലേഷൻ പീരീഡ് ആണ്, ഒരു ഐസൊലേഷൻ പീരീഡിലൂടെയാണ് ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഇവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് ആണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹീൽ ചെയ്യാനായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ, ഹീലേഴ്സ് ആയിട്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഹീലിംഗ് അറിയാം, ബേക്കി ഹീലിംഗിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഹീലിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് ഹീലിംഗ് സെൻഡ് ചെയ്ത് കൊടുക്കാം. വളരെയധികം ഹീലിംഗ് ആവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു വ്യക്തിയുടെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ടോട്ടലി ഇവരും ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, ഇവർക്കും ഡൗൺ ഉണ്ട്, ഇവരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷൻ ഒരു പടി അല്ലെങ്കിൽ ഒരു പടി മുന്നിലേക്ക് പോകണം, ഒരു പ്രോഗ്രസ് വേണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ, ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു കാര്യത്തെ കുറിച്ചിട്ടും ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മളുടെ മനസ്സ് ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന രീതിക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത ചില സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. എന്ന് പറഞ്ഞോളത്തെ എന്തോ ഒരു സിറ്റുവേഷൻ ഇയാളുടെ ലൈഫിലുണ്ട്. അവിടെ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് സാക്രിഫൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്.
പിന്നെ അത് മാത്രമല്ല ഈ ഒരു കണക്ഷനിലാണെങ്കിൽ ഒത്തിരി അധികം ഈഗോ ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാഷിംഗ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവർക്കിപ്പം എന്താ പറയാ, ഇവർക്ക് ഇവരുടെ തോട്ട്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. മൈൻഡ് പറയുന്നു നിങ്ങളുമായിട്ട് കണക്ട് ആവണമെന്ന്, ഹേർട്ട് പറയുന്നു നിങ്ങളുമായിട്ട് കണക്ട് ആവണമെന്ന്, മൈൻഡ് പറയുന്നു വേണ്ട, പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കാം, സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫേവറിലല്ല, സോ അങ്ങനെ പോകാമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഇവർക്കിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് ടോട്ടലി സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വൈ ഹിയർ ഈസ് ദ ഹാൻഡ് മാൻ ഡിവൈൻ, പ്ലീസ് ക്ലാരിഫൈ വൈ ഹിയർ ഈസ് ഹാൻഡ് മാൻ. ഈ ഒരു ടൈമിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ എന്റെ പേഴ്സണൽ ആക്ഷൻ എടുക്കുന്നില്ലല്ലോ, അയാൾ ഒരു അനക്കവും ഇല്ല, അയാൾ ശരിക്കും എന്നെ മറന്നുപോയി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ബട്ട് ഐ തിങ്ക് ഇവിടെ 1 ഇയർ ഒക്കെ ആയിട്ടുണ്ടാവും മിക്കവരുടെ സെപ്പറേഷൻ ആയിട്ടുള്ളത്. ഇതുവരെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. കോണ്ടാക്ട് ഇല്ലാത്തതിന് ഒരു മെയിൻ റീസൺ ഇയാൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. സിറ്റുവേഷൻസിൽ ശരിക്കും സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു എനർജിയിൽ ആളിവിടെ ഉള്ളത്. വല്ലാത്തൊരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇയാൾ എന്താണോ നിങ്ങളോട് ചെയ്തിട്ടുള്ളത്, ഒരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാൾ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അയാൾ ചെയ്തൊരു മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെ അയാൾ മനഃപൂർവ്വം ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളൊരു നഷ്ടം. മനഃപൂർവ്വം ഒരാളെ നഷ്ടമാക്കി, അല്ല മനഃപൂർവ്വം നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ലോസ്റ്റ് ആകുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലൊരു നഷ്ടബോധം വരുന്നുള്ളത്. സോ ആ ഒരു എനർജീസ് ഇവിടെ ഈ ഒരു വ്യക്തിക്കുണ്ട്. പ്രസന്റ് സിറ്റുവേഷനിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവരൊരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോകുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നന്നായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഗോയിങ് വിത്ത് ഫ്ലോ പോവുക. അല്ലാതെ ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഒരു ട്രാപ്പാണ്, ഒരു തരത്തിലും വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി പിന്നെന്താ ചെയ്യാൻ പറ്റുക? പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അനങ്ങാതെ ഇരിക്കുക, ഗോയിങ് വിത്ത് ഫ്ലോ പോവുക, വരുന്നിടത്ത് വെച്ച് എല്ലാം കാണുക എന്നുള്ളതാണ്. ആ ഒരു എനർജിയിലാണ് ഇവിടെ ആള് നിൽക്കുന്നുള്ളത്. അതാണ് നിങ്ങൾക്ക് ഒരു ആക്ഷനോ കമ്മ്യൂണിക്കേഷൻസോ കോളോ ഒന്നും നിങ്ങൾക്ക് റിസീവ് ആവാതിരിക്കുന്നുള്ളത്. ഓക്കെ, വൈ ഹിയർ ഈസ് 9 of cups divine, why here is 9 of cups. The lovers and bottom of the deck loneliness. ലവേഴ്സ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് 9 of Cupsൽ. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. സോ വളരെ റെയർ കേസസിൽ നമുക്കൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നും പറയാൻ പറ്റും. എല്ലാവർക്കും അല്ല, വളരെ റെയർ കേസസ് ആണ് ഞാൻ പറയുന്നുള്ളത്. ഓൾറെഡി ഈ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങൾ രണ്ടുപേരും ടിൻ ഫ്ലെയിം കണക്ഷനിലായിരിക്കാം, ടിൻ ഫ്ലെയിം ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസ് ഈ ഒരു വ്യക്തിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജീസിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ചില സമയത്ത് പെട്ടെന്ന് ഈ ഒരു വ്യക്തി ഓർമ്മ വരുന്നുണ്ടാവാം. ഇവരുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതിന്റെ ഒരു റീസൺ നിങ്ങൾ ടിൻ ഫ്ലെയിംസ് ആയതുകൊണ്ടാണ്. സോ ഈ ഒരു വ്യക്തിക്കാണെങ്കിലും ഇപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ മനസ്സ് നിറച്ച് നിങ്ങളാണുള്ളത്. നിങ്ങളെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ നമ്മള് ചിലരെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്ഷൻ ആയിട്ട് എടുക്കുന്നുണ്ടാവും. പക്ഷെ ചില സിറ്റുവേഷൻസ് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എന്താണ്, നമ്മുടെ സോളിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ ഫീലിംഗ്സിനെ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടാവും. സോ ആ ഒരു എനർജീസ് ആണ് ഇവിടെ ഈ ഒരു വ്യക്തിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവരുടെ ഫീലിംഗ്സിനെയും ഇമോഷൻസിനെയും സപ്രസ് ചെയ്ത് വെക്കുകയാണ്. ഇവർക്ക് ഫീലിംഗ്സ് ഉണ്ട്, നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പൊ ഈ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെവലിലുള്ള ഒരു ഇഷ്ടമല്ല, സോൾ ലെവലിലുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ, ആ ഒരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന കേട്ടോ. അപ്പം ഫിസിക്കൽ ലെവൽ ആകുമ്പോഴേക്കും എന്താണ്, ജസ്റ്റ് അട്രാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോൾ ലെവൽ എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി അധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളോ ഹാർഡ്ഷിപ്പുകളും ചാലഞ്ചസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു സോളിനോടുള്ള ആ ഒരു സ്നേഹം, ആ സോൾ ലെവൽ കണക്ഷൻസ് ഒരിക്കലും ഇല്ലാണ്ടായി പോകുന്നില്ല. ഫിസിക്കലി അട്രാക്റ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ സെപ്പറേറ്റഡ് ആയി, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു താല്പര്യക്കുറവായിട്ട് അങ്ങ് പോകുന്നുള്ളത്. പക്ഷെ ഇതൊരു സോൾ ലെവൽ കണക്ഷൻ ആണ്, സോൾ ലെവൽ ലവ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലത്തിന് ശേഷവും സ്റ്റിൽ ഇവര് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഒരു എനർജി സെൻസ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ വ്യക്തിയെയും ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് പലരുടെ ഓർമ്മകൾ നമ്മളെ ക്രോസ് ചെയ്ത് പോകാറുണ്ട്. അതിനൊരു മെയിൻ റീസൺ അവർ നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഡ്രീം കാണുന്നതാണെങ്കിലും അവരെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല, എന്നിട്ട് നമുക്ക് അവരുടെ ഡ്രീം കാണുക, സിൻക്രോണിസിറ്റീസ് കാണുക, ഏഞ്ചൽ നമ്പേഴ്സ് കാണുക. അതിനൊക്കെയുള്ളൊരു റീസൺ എന്താണ്, അവർ നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നു, അവർക്കുള്ള ഒരു എനർജി നമുക്ക് തരുന്നത് കൊണ്ടാണ് നമുക്ക് അവരുടെ എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കും പലപ്പോഴും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവും, ഡ്രീം കാണുന്നുണ്ടാവും റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് അവരുടെ പേര് കേൾക്കുന്നുണ്ടാവും, അങ്ങനെ, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലം കേൾക്കുന്നുണ്ടാവാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സിൻക്രോണിസിറ്റീസ് സയൻസ് ഒക്കെ ആയിട്ട് യൂണിവേഴ്സ് തരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. വൈ ഹിയർ ഈസ് പേജ് ഓഫ് പെന്റിക്കിൾ, വൈ ഹിയർ ഈസ് പേജ് ഓഫ് പെന്റിക്കിൾ ഡിവൈൻ, പ്ലീസ് ഗിവ് മീ വൺ കാർഡ്. ഡ്രീം,
ഈ ഡ്രീമിന്റെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു വ്യക്തി ശരിക്കും ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ. ഇവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇവരുടെ ലൈഫിൽ ഇല്ല. നമ്മൾ പറയത്തില്ലേ, ഇപ്പം ഈ ഒരു ടിൻ ഫ്ലെയിം ജേണിയിൽ തന്നെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ DM-ന് എപ്പോഴും കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് DF-ന്റെ കൂടെ ആയിരിക്കും. അല്ലാതെ വേറെ ഏത് തേർഡ് പേഴ്സൺ അവരുടെ ലൈഫിലുണ്ടെങ്കിലും അതിനൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഇവര് ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ പോലും ഇവർക്ക് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ഫീലിംഗ് ആ തോന്നുന്നത്. എനിക്ക് ആരും ഇല്ല, എന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, ഒരു എനർജി എന്റെ അടുത്ത് നിന്ന് ഡിസ്കണക്ട് ആയി, എനിക്ക് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു കംപ്ലീഷൻ എന്നുള്ള ഒരു എനർജി ഇയാൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. Why here is Three of Pentacles. ഫ്രണ്ട്ലിനെസ്. ഇത് 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഈ ഒരു ഫ്രണ്ട്ലിനെസ് വരുന്നുള്ളത്. 2 ഓഫ് കപ്സിനെയാണ് കാണിക്കുന്നത്. സോ ഇമോഷൻസ്, ഫീലിങ്സ്, ഇവിടെ നമുക്ക് 6 ഓഫ് കപ്സ് 2 തവണ വന്നു, പിന്നെ 2 ഓഫ് കപ്സ് വന്നു. ഫീലിങ്സ്, ഇമോഷൻസിനെയാണ് കാണിക്കുന്നുള്ളത്. ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഓഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ ഇമോഷൻസിനെയൊക്കെ അല്ലെങ്കിൽ ഈ ഫീലിങ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി പഠിച്ചിട്ടുള്ളത്. ലൈക്ക് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് സ്നേഹമില്ല എന്നുള്ളതല്ല, ഇവർക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഇവർ ഇമോഷണലി ബാലൻസ്ഡ് ആണ്. മാസ്റ്റർ കാർഡ്സ് ഒക്കെ എപ്പോഴും എംബ്രർ എനർജീസിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ കിങ് ഓഫ് പെന്റിക്കിളിനെയാണ് കാണിക്കുന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഫ്രണ്ട്നെസിന്റെ കാർഡ് പറയുന്നതും സോൾ ലെവൽ കണക്ഷൻസിനെ കുറിച്ചിട്ടാണ് ഫ്രണ്ട്നെസ് കാർഡ് പറയുന്നുള്ളത്. സോൾ ലെവൽ കണക്ഷൻസിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇപ്പൊ ലവേഴ്സ് കാർഡ് വന്നപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, സോൾ ലെവൽ കണക്ഷനിലാണ് ഈ ഒരു നിങ്ങൾ ചിലരൊക്കെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഡീൽ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ ലവേഴ്സ് ആയിട്ട് പാസ്റ്റ് ലൈഫിൽ ഇരുന്നിട്ടുണ്ടാവാം. സോ ഇവിടെ ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ് എനർജീസ് ആണ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. Please guide me, universe. Why here is Star, Adventure, Queen of Pentacles. Please guide me. Slowing down, Transformation, bottom of the deck. ഈ ഒരു വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഇത്രയും സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയി, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നു, ഈ ഒരു വ്യക്തി ഓൾറെഡി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ സ്റ്റക്ക് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളോട്. അപ്പം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇനിയിപ്പം ഈ ഒരു കണക്ഷനെ റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് വെളിയിൽ വരിക എന്നുള്ളത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വഞ്ചർ ആണ്. അഡ്വഞ്ചറിന് തുല്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ഈ ഒരു വ്യക്തി ഒറ്റപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്, ആരും ഇല്ലാതാവാനുള്ള ഒരു അവസ്ഥയാണ്. ആരും ഇല്ലാതെ, ആരും സപ്പോർട്ട് ചെയ്യാതെ, ഫാമിലി സപ്പോർട്ട് ചെയ്യാതെ, മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യാതെ, ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ ഒറ്റപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു ഫിയർ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ട്. അതാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ആക്ഷൻ എടുത്ത് വരാതിരിക്കുന്നുള്ളത്. അതാണ് മെയിൻ റീസൺ. ഇവിടെ ഈ ഒരു വ്യക്തി ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് പോലും ഈ ഒരു വ്യക്തി ഇവിടെ ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു വ്യക്തിയെ തന്നെ ഹീൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു മെയിൻ റീസൺ, ഞാൻ എല്ലാത്തിനും അവസാനം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒരു ലൈഫ് ചൂസ് ചെയ്തല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്റെ വ്യക്തിയുടെ കൂടെ പോയെന്ന് പറഞ്ഞാൽ അത്രയും സോൾ ലെവൽ കണക്ഷൻ ഫീൽ ചെയ്തിട്ടും എന്താ അത് ആ ഒരു കണക്ഷൻ ഞാൻ എല്ലാത്തിനും ഓവറായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എല്ലാം നഷ്ടമാകും എന്നുള്ളൊരു ഫിയർ ഇയാൾക്കുണ്ട്. മൊത്തത്തിൽ ഇയാളുടെ ഫാമിലി നഷ്ടമാകുമായിരിക്കാം, മറ്റുള്ളവർ ഇവരെ തള്ളിപ്പറയായിരിക്കാം. അപ്പം അതൊരു അഡ്വഞ്ചറിന് തുല്യമാണ്. സോ അപ്പൊ അത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നതിലും ഭേദം എന്താണ്, എന്റെ ഇഷ്ടത്തെ ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എന്റെ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടത്തിനെ ഞാൻ എന്റെ മനസ്സിൽ തന്നെ വെച്ച് അനങ്ങാതെ ഇരിക്കുന്നതാണ് നല്ലത്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ഉള്ളത്. ഇവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇവർ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതിനും ആക്ഷൻ എടുക്കാതിരിക്കുന്നതിനും മെയിൻ റീസൺ ഇതാണ്. ഇതില് ഒത്തിരി റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഉണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാം നിങ്ങളുടെ കണക്ഷനിൽ എന്തായിരിക്കും റിസ്ക് ഉള്ളതെന്ന്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ ഇവിടെ ഒരു ആക്ഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ടാസ്ക് ആയിട്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് വീണ്ടും കണക്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പതിയെ ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിൽ ഇപ്പൊ ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് റിമൂവ് ആവണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ചേഞ്ച് വരുന്നുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഉള്ള ഈ ഒരു ഫേസ് ചേഞ്ച് ആയിട്ട് ഒരു നല്ലൊരു നിങ്ങളെ ഒരു പ്രോഗ്രസ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, നിങ്ങൾ സമയം എടുക്കുന്നുണ്ടാവും. ഓക്കെ, മെയിൻ ആയിട്ടും സമയം എടുക്കുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ വളരെ ഡൗൺ ആണ് ഈ ഒരു ടൈമിൽ. ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ അത്രയും ഹാർഡായിട്ട് ഈ ഒരു വ്യക്തി സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇവർ
നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നതിന് മെയിൻ റീസൺ. അല്ലാതെ നിങ്ങളെ മറന്നിട്ടോ നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല കേട്ടോ. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പലർക്കും പലരുടെ മൈൻഡിലുണ്ടാവാം ഈ ഒരു വ്യക്തിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, എന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല, വെറുതെ ആയിരുന്നു എല്ലാം എന്നൊക്കെ. പക്ഷെ അല്ല, വെറുതെ അല്ല. ഈ ഒരു വ്യക്തി ഒത്തിരിയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാല്ല, ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ്. അവിടെ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഫിയർ ആണ് ഇയാളെ ബാക്കിലേക്ക് വലിക്കുന്ന ഈ ഒരു കണക്ഷൻ ആക്ഷൻ എടുക്കാനായിട്ട്. വൈ ഹിയർ ഈസ് 6 of cups divine? Why here is 6 of cups? Please clarify this card. 6 of cups means completion and sharing. നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ എത്രമാത്രം അവനെ അല്ലെ അവളെ മിസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്, ഈ ഒരു സ്നേഹം എനിക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ടോ, ഞാൻ എത്രമാത്രം അവരെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് പറയാനായിട്ടോ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ ഒരാളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു, എന്നിട്ട് നമുക്ക് അവരോട് എക്സ്പ്രസ് ചെയ്യാൻ അത് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ ഒരു അത്രയ്ക്കും ഒരു സോള് നല്ല രീതിക്ക് ഒന്നുണ്ട്, ആ സോളിന് അത്രയും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു വ്യക്തിക്ക് അത്രയ്ക്കും സ്നേഹം ഇങ്ങനെ ഉണ്ടായിട്ടോ അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാനായിട്ടോ, അല്ലെങ്കിൽ അതിനെ എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉള്ള സ്നേഹം ഷെയർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു സ്നേഹം എന്ന് പറയുന്ന എക്സ്പീരിയൻസ്, അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നത്. സോ ആ ഒരു ഫുൾഫിൽമെന്റിന് വേണ്ടി ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത് സ്നേഹം പകർന്ന് നിങ്ങൾക്ക് തരണം, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, അത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ സ്നേഹം ഇവർക്കും ഫീൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത്രയും ഇന്റൻസ് ലെവലിൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷൻ, നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം. പലപ്പോഴും നിങ്ങളോട് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും, എനിക്കിപ്പോ എന്റെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെപ്പോലെ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അത്രമാത്രം നീ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. നീ എന്നെ സ്നേഹിച്ചതുപോലെ നീ എനിക്ക് തന്നത്രയും സ്നേഹമൊന്നും ഞാൻ ഒരിക്കലും എനിക്കൊരാളും ഇതുവരെ തന്നിട്ടില്ല. ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ വേറെ ആരെയും സ്നേഹിച്ചിട്ടും ഇല്ലെന്ന് നിങ്ങളോട് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവണം. ഈ ഒരു ഡയലോഗ് തന്നെയാണ് ഈ ഒരു കാർഡ്സും പറയുന്നുള്ളത്. ഓക്കെ, നിങ്ങളെ ഈ ഒരു വ്യക്തി സ്നേഹിച്ചോളൂ, ഇയാളുടെ ലൈഫിൽ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഇപ്പൊ ആ ഒരു സ്നേഹം അതൊരു എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സങ്കടം ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആ ഒരു എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Why here is 3 of Wands divine? Playfulness. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇവിടെ ഇങ്ങനെ ഇവരുടെ ലൈഫിൽ അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നു എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. എക്സാക്ട് എല്ലാവരുടെയും മുന്നിൽ അത് തന്നെയാണ് കാണിക്കുന്നുള്ളത്. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ആയിട്ട് ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യാൻ പോലും ഒരു പേഴ്സൺ പോലും ഇവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ്. ശരിക്കും ഒന്ന് ഗൈഡ് ചെയ്യാൻ പോലും, അല്ലെങ്കിൽ ഇവർക്കുള്ള ഒരു സങ്കടങ്ങൾ ഷെയർ ചെയ്യാനായിട്ടോ, ഈ നമുക്കിപ്പോ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണം, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ആത്മാർത്ഥമായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു ഈ ഒരു സിറ്റുവേഷൻസിൽ, എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയേനെ എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഗൈഡൻസിന്റെ ഒരു ഗൈഡ് ചെയ്യാനായിട്ടുള്ള ആരും ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഇയാളുടെ ഒരു പെയിൻ അത് ഷെയർ ചെയ്യാനായിട്ട് ആരും ഇല്ല ഇയാളുടെ ലൈഫിൽ. ഇവര് ഫാമിലിയുടെ അടുത്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ അടുത്താണെങ്കിലും അത്രയും നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന അത്രയും ഫ്രീഡമോ ആ ഒരു കംപ്ലീഷനോ, അല്ലെങ്കിൽ ആ ഒരു അത്രയ്ക്കും ഫ്രീഡം ഈ ഒരു വ്യക്തിക്ക് വേറൊരു സിറ്റുവേഷൻസിലും ഇല്ല. മേ ബി ഇയാൾ മാരീഡ് ആയിരിക്കാം, വൈഫ് ഉണ്ടായിരിക്കാം, കുട്ടികൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യാറുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാറില്ല. ആ ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു ഫ്രീഡവും എന്റേതാണെന്നുള്ള ഒരു തോന്നലും ഒക്കെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും. അവരത് എക്സ്പ്രസ് ചെയ്താലും ഇല്ലെങ്കിൽ അവരുടെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ അത്രയും സ്നേഹം എന്നുള്ള ഒരു വാക്ക് പോലും നിങ്ങളാണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളായിരിക്കണം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഓൾറെഡി ഈ ഒരു വ്യക്തി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്ത സമയത്തല്ല, നിങ്ങൾ എൻട്രി ചെയ്ത സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇത്രയധികം സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ലവ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ സ്നേഹം എങ്ങനെയാണ്, കെയർ എങ്ങനെയാണ് എന്നൊക്കെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ വന്നതോടുകൂടിയായിരിക്കും. ഓക്കെ, സോ ആ ഒരു എനർജീസ് എനിക്കിവിടെ
ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ഇന്നർ കോൺഫ്ലിക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ. ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ആള്. യു മേക്ക് മീ സ്മൈൽ എന്നുള്ളൊരു മെസ്സേജസ് ആണ് ഇവിടെ ഈ ഒരു വ്യക്തി തന്നിട്ടുള്ളത്. ഇവര് സാഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ പോലും നിങ്ങൾ ഇവരെ ഹാപ്പി ആക്കാൻ വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. സോ യു ഓൾവേസ് ദെയർ വെൻ ഐ നീഡ് യു. നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് എപ്പോ ആവശ്യം ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇവരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇവർക്ക് എപ്പോ ആവശ്യം വന്നിട്ടുണ്ടോ നിങ്ങളുടെ ഒരു ഇമോഷണൽ സപ്പോർട്ടിന്റെ ആ ടൈമിലൊക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്നിട്ടുണ്ടെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആ ഒരു ഫീലിങ്സിനെ, ഇമോഷൻസിനെ, ഇവരുടെ ലിമിറ്റേഷൻസിനെ ഒക്കെ നിങ്ങൾ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ അഗെയിൻ നെക്സ്റ്റ് മെസ്സേജസ് യു ആർ ജെനുവിൻ. നിങ്ങൾ ജെനുവിൻ ആണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. കെ ലെറ്റർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സന്റെയോ നെയിമിൽ കെ ഉണ്ടാവാം, അല്ലെ ചിലരുടെയൊക്കെ കെ നെയിം സ്റ്റാർട്ടിംഗ് ലെറ്റർ ആയിരിക്കും. എനിക്കൊരു കണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു നെയിം മെൻഷൻ ആക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇത് ആരുടെയാണെന്ന്, ബട്ട് കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിം മെൻഷൻ വരുന്നുണ്ട്. ഒരു എനർജീസ് ഏപ്രിൽ മന്ത്. ഓക്കെ, ഏപ്രിൽ മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഒക്ടോബർ മന്ത് ഇമ്പോർട്ടന്റ് ആണ്. ഫെബ്രുവരി മന്ത്. ഓക്കെ, ഐ ഡോണ്ട് നോ. ഫെബ്രുവരി 12 ഡേറ്റ് എനിക്ക് ഇവിടെ മെൻഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എർത്ത് സൈൻ. ഓക്കെ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. എർത്ത് സൈനും ഇവിടെ പ്രോമിനന്റ് ആണ് കേട്ടോ ഈ ഒരു റീഡിങ്ങിൽ. യു ലവ് മീ. എ ലെറ്റർ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇവരെ ഒത്തിരി അധികം സ്നേഹിച്ചിട്ടുണ്ടെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജീസ് നമുക്കിവിടെ. യു ആർ വെരി ഫോർ ഗീവിങ്. നിങ്ങളോട് പലപ്പോഴും ഒരു വ്യക്തി നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയോട് ക്ഷമിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങളിൽ. ഇവർ തെറ്റുകൾ ചെയ്തിട്ടും ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചാൻസസ് കൊടുത്തിട്ടുണ്ട്. ഇവരെപ്പോഴും രക്ഷപ്പെട്ട് കാണണം, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ എപ്പോഴും നല്ലത് വരണം എന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു മെസ്സേജസും ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ റിയലൈസേഷൻസ് ആണ്. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു റിയലൈസേഷൻ വരുമല്ലോ. യെസ്, അത് പ്രീഷ്യസ് ആയിരുന്നു എന്റെ ലൈഫിൽ, പക്ഷെ ഞാൻ അതിന് വാല്യൂ കൊടുത്തില്ല, അല്ലെ എനിക്ക് ചില സിറ്റുവേഷൻസ് കൊണ്ട് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ആ ഒരു എനർജിയിലും ആ ഒരു റിഗ്രഷനിലും ആ ഒരു ഗേറ്റിലുമാണ് ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സൺ ഉള്ളതെന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഈ ഒരു റീഡിങ്ങിന് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.